എന്താ സാറേ, കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ടോ? എന്തു പറ്റി? അച്ഛാ, ബെഞ്ചമിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് സാർ എപ്പോഴും എന്നോട് പണം ചോദിക്കുക. ഞാനിപ്പോ എവിടെ നിന്ന് സംഘടിപ്പിച്ചു കൊടുക്കാനാ? ചന്ദ്രശേഖര, താൻ ഇതിനകത്ത് കിടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്റെ കാര്യം കൂടി താൻ മനസ്സിലാക്കണം. ജോലിയിൽ തിരിച്ചു കയറേണ്ടത് എന്റെ ആവശ്യമാ. പക്ഷേ കണിമംഗലത്തുള്ളവരെ തല്ലാനും കൊല്ലാനും ഞാൻ പണം ചെലവാക്കേണ്ട കാര്യമില്ല. ബെഞ്ചമിൻ ആവശ്യപ്പെട്ട തുക അയാൾ പറയുന്ന സമയത്ത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അയാൾ വന്നതുപോലെ അങ്ങ് തിരിച്ചു പോകും. തന്റെ മോനോടത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? സാറെ, പണം ഇല്ലാഞ്ഞിട്ടാ. അച്ഛനൊന്ന് പുറത്തിറങ്ങുന്നവരെ ക്ഷമിക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഈ ബെഞ്ചമിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്തോണ്ടാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. തനിക്ക് നല്ലപോലെ അയാളെ അറിയാലോ. നിങ്ങൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. ബെഞ്ചമിൻ ചോദിക്കുന്ന പണം കൊടുത്തേ പറ്റൂ. തൽക്കാലം ഗൗതമിനെ കൊണ്ട് അത് സംഘടിപ്പിക്കാനും പറ്റില്ല. സാറൊരു കാര്യം ചെയ്യും, ബെഞ്ചമിന് വേണ്ട പണം സാറ് കൊടുക്കും. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ അടുത്തുനിന്ന് എവിടെന്നാ പണം? എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കു സാറേ. നടക്കില്ല ചന്ദ്രശേഖര. എനിക്ക് ഈ കാര്യത്തിന് വേണ്ടി ഒരു 5 പൈസ ചെലവാക്കാൻ താല്പര്യമില്ല. സാറേ, സിറ്റിയിൽ വഞ്ചിയൂർ എന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാൻ സാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാം. സാറിന് അതുകൊണ്ട് ലാഭം ഉണ്ടാവും. ബെഞ്ചമിനെ തൽക്കാലം സാറ് കൈകാര്യം ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഈ വഞ്ചിയൂർ കോടതിയുടെ അടുത്ത് നമ്മൾ രണ്ടു കൂടി പോയ ആ പ്രോപ്പർട്ടി അല്ലേ പറഞ്ഞത്? പക്ഷേ താനിവിടെ നിന്ന് ഇറങ്ങിയ രജിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോ വാക്കു മാറ്റരുത്. കണിമംഗലം ചന്ദ്രശേഖരന് വാക്കൊന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഉപകാരം ചെയ്ത ആർക്കും ഇന്നേ വരെ ഞാൻ കടം വെച്ചിട്ടില്ല. സാറിന് വിശ്വസിക്കാം. ഓക്കെ, ബെഞ്ചമിന് വേണ്ട പണം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സർ, എനിക്ക് ഇവനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. ആകെയുള്ള ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗൗതം, ഒന്നും ആലോചിക്കാതെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറയില്ല. തൽക്കാലം ആദ്യം രാധിക കൊല്ലപ്പെടണം. അത് കഴിഞ്ഞാൽ വരുണിന്റെ പേരിലുള്ള മുഴുവൻ സമ്പാദ്യവും നമ്മുടെ പേരിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും വലിയ നേട്ടങ്ങളിലേക്ക് എത്തണമെങ്കിൽ. ഇതൊക്കെ നടക്കുമെങ്കിലല്ലേ? നടക്കുമെന്ന വിശ്വാസം കൊണ്ടാണ് ഇതിനകത്ത് ഞാനിങ്ങനെ കിടക്കുന്നത്. രാജകീയമായി ജീവിച്ച ഞാൻ ഇതിനകത്ത് വെറും തറയിൽ കിടന്നുറങ്ങുന്നില്ലേ? ഇതിനകത്ത് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എണ്ണിക്കൂട്ടി കണക്കെഴുതി വെക്കുന്നുണ്ട്. ആ വേദന തിരിച്ചു കൊടുക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. രാധിക നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വരുൺ ചിറകൊടിഞ്ഞവനെ പോലെയാകും. വെട്ടി വീഴ്ത്താൻ എളുപ്പമാണ്. ദീപയ്ക്കോ, CA സാർ എന്തെങ്കിലും പറഞ്ഞാൽ മറുത്ത് പറയാൻ നിൽക്കണ്ട. അതെ, പ്രിയങ്കയുടെ മനോനില തെറ്റിയത് ഒരു ആയുധമാക്കി നിങ്ങളാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. രാധികയെ ഞാനും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അത് ഇല്ലാതാക്കാൻ പല വിധത്തിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ല, നിങ്ങൾ കുറെ നിയമവശങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ മാർഗങ്ങൾ എന്താന്ന് വെച്ചാ നിങ്ങൾ അങ്ങ് നോക്കൂ. പ്രിയങ്ക ഈ നിമിഷം ഇവിടെ നിന്ന് പോയേ പറ്റൂ. അച്ഛാ, ദേ, ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. പ്രിയങ്ക വിളിച്ചു ഇവിടെ ഇറങ്ങാൻ നോക്ക്. കുടുംബത്തിന്റെ കാരണവര് പരമേശ്വരനാണല്ലോ. പരമേശ്വരൻ പറ, ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? വരുണിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ന്യായമുണ്ടോ സുകുമാരിയമ്മേ? അവരുടെ ജീവിതം തകർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നിങ്ങൾ തന്നെയല്ലേ?
രാധികയുടെ കഴുത്തിൽ താലി കെട്ടിയ വരുണിനെ കൊണ്ട് പ്രിയങ്കയുടെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? ആ നിങ്ങളാണോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? അതിനെന്തവകാശം നിങ്ങൾക്കുള്ളത്? അച്ഛാ, ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അവരുടെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ടല്ലോ. കൽപ്പനെ, നീ മിണ്ടായിരിക്കും. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇവിടെ അമ്മ, അച്ഛൻ, മുത്തശ്ശി എന്നിവരൊക്കെ ഉണ്ട്. അതിന്റെ മേലെ നിന്റെ ശബ്ദം ഉയരണ്ട. സുകുമാരി, എന്തൊക്കെ ന്യായം പറഞ്ഞ് തടസ്സം നിൽക്കാൻ ശ്രമിച്ചാലും പ്രിയങ്ക ഇവിടെ ഉണ്ടാവില്ല. കണിമംഗലം കുടുംബത്തിന് ഇവളൊരു അധികപ്പറ്റ. അത് മനോനില തെറ്റിയിട്ടായാലും അല്ലാതെ ആയാലും വീഴ്ചിറക്കി കൊണ്ടുപോ മര്യാദയ്ക്ക്. ഓ, അപ്പൊ എല്ലാത്തിന്റെ ഉത്തരവാദി ഞാനാ. വരുണിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാൻ, രാധികയെ കരയിപ്പിച്ചത് ഞാൻ, പ്രിയങ്ക മോളുടെ മാനസിക നില തെറ്റുന്നതിന് വരെ സുകുമാരിയാണ് കാരണം.